അക്ലോറൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് പരീക്ഷ തൊട്ട് മുമ്പിലല്ലേ, ഇന്ന് നമ്മൾ കേറ്റഡ് പരീക്ഷയ്ക്ക് സാധാരണ വരുന്നതാണ് സാഹിത്യ പുരസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കില്ലേ? നന്നായിരിക്കും. കാരണം പരീക്ഷ ഹാളല്ലേ, അപ്പൊ ഇത് തെറ്റാതെ ഈ ഒരു മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ചെറിയ കുഞ്ഞു കണക്ഷൻസ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ഞാൻ തരാം. അതോടൊപ്പം തന്നെ ഈ സാഹിത്യ പുരസ്കാരങ്ങൾ പഠിച്ചിട്ട് അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. അപ്പൊ നമ്മളത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്തു, കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, ആദ്യം വയലാർ അവാർഡാണ് നമ്മൾ പഠിക്കേണ്ടത്. വയലാർ അവാർഡ് 2025 ഈ സന്തോഷ് കുമാർ കേട്ടോ, ഈ സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ അതൊരു നോവലാണ്. 49ാമത്തെ വയലാർ അവാർഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. എന്താണ്? തപോമയുടെ അച്ഛനെ വയലിൽ കണ്ടപ്പോ സന്തോഷായി. മനസ്സിലാവണ്ട? ഇപ്പൊ ഒരു കാമുകനാണെന്ന് വിചാരിക്കുക. കാമുകൻ ഇങ്ങനെ വയലിൽ കൂടെ പോകുമ്പോ തപോമയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നു, അത് കണ്ടപ്പോ സന്തോഷായി. തപോമയുടെ അച്ഛനെ കണ്ടപ്പോ സന്തോഷമായി എന്ന് ഓർത്തു വെക്കുക. 2025 കേട്ടോ, 2025 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ സന്തോഷ് കുമാർ കേട്ടോ. അപ്പൊ സന്തോഷായി ആരെ കണ്ടപ്പോഴാണ്? തപോമയുടെ അച്ഛനെ കണ്ടപ്പോൾ എന്നുള്ള ഓർത്തു വെക്കുക. 49ാമത്തെ വയലാർ അവാർഡാണ് ഈ സന്തോഷ് കുമാറിന് ലഭിച്ചിട്ടുള്ളത്. വർഷം 2025. അതുപോലെ തന്നെ 49ാമത്തെ വയലാർ അവാർഡാണ്. ഇതോടൊപ്പം തന്നെ തൊട്ട് മുമ്പുള്ള വർഷത്തെയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. 2024 അശോകൻ ചെരുവിൽ കേട്ടോ, 2024 അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് 48ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോ കാട്ടൂർ കടവ് നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടാ. അശോകൻ ഉണ്ടല്ലോ, അശോകൻ ഈ കടവിന്റെ ചെരുവിൽ 24 മണിക്കൂർ നിൽക്കുകയാണ്, അല്ലെങ്കിൽ കടവിൽ 24 മണിക്കൂറും ചെരിഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ പറയാം. അശോകൻ കടവിന്റെ അവിടെ കടവിന്റെ അടുത്ത് ആ ഭാഗത്ത് 24 മണിക്കൂറും എന്ത് ചെയ്യാണ്? 24 മണിക്കൂറും ആ കടവിന്റെ ചെരുവിൽ നിൽക്കുകയാണ്. എന്ത്? വായി നോക്കി നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ എത്തിക്കോ കേട്ടോ. വായി നോക്കി നിൽക്കാന്ന് പറയില്ലേ നമ്മള്. അപ്പോ വയലാർ അവാർഡ് നമുക്ക് കണക്ട് ചെയ്ത് ഓർക്കാൻ സാധിക്കും. അപ്പൊ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2024. അപ്പൊ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. അശോകൻ അല്ലെ, അശോകൻ കടവിന്റെ ചെരുവിലാണ് നിൽക്കുന്നത് അല്ലെ. കടവിന്റെ ചെരുവിൽ നിൽക്കുകയാണ്. എന്താ? 24 മണിക്കൂറും വായുനോട്ടം തന്നെയാണ് പരിപാടി എന്നുള്ളത് മനസ്സിലാക്കി ഓർക്കുക. അപ്പോ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ പറ്റും. 2024 അശോകൻ ചെരുവിലാണ് വയലാർ അല്ലെ, വായി നോക്കി നിൽക്കുക. അപ്പൊ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏതിനായിരുന്നു? കാട്ടൂർ കടവ് കേട്ടാ. കാട്ടൂർ കടവ് നോവലാണ്. 48ാമത്തെ വയലാർ അവാർഡാണ് ഇത് ലഭിച്ചത്. അപ്പൊ 2025 24 നമ്മൾ ഓർത്തു വെക്കുക. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, കിട്ടുന്നുണ്ടോ. ഇനി ഓടക്കുഴൽ പുരസ്കാരം 2025 ഓടക്കുഴൽ പുരസ്കാരം മനസ്സിലാവണ്ട. അപ്പൊ നോക്കിയേ, ഗോപാലൻ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കല്ലോ, ഓടക്കുഴലുമായിട്ട് കണക്ട് ചെയ്തൂടെ? ഗോപാലൻ. അപ്പോ ഈ ഗോപാലൻ ഓടക്കുഴലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉള്ളിൽ നിന്ന് വായിക്കണം അല്ലെ. ഉള്ളില് ഓടക്കുഴൽ വായിക്കാൻ ഒരു സ്നേഹം വേണം, ഒരു ഇഷ്ടം വേണം, അതിനൊരു താളം വേണം. അപ്പൊ ഉള്ളിൽ നിന്ന് വായിക്കണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. 2025 EP രാജഗോപാൽ ഉൾക്കഥ എന്ന് പറയുന്ന വിമർശന കൃതി 55ാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 2025 EP രാജഗോപാൽ. അങ്ങനെ EP രാജഗോപാൽ ഓടക്കുഴൽ പുരസ്കാരം ഏത് കൃതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ്. ഇതേപോലെ തന്നെ 2024 കെ അരവിന്ദാക്ഷനാണ് കേട്ടോ. കെ അരവിന്ദാക്ഷൻ കോപ്പ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. കോപ്പ. അപ്പൊ നോക്കേ, ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 2024 നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ BD എന്ന് കിട്ടില്ലേ? BD കണ്ടോ? BD AB അത് തന്നെ D അല്ലെ. അപ്പൊ BD എന്താണ്? BD അരയിൽ അരവിന്ദാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? അരയിൽ നഗർ. അപ്പൊ BD അരയിൽ കെട്ടി ഓടടാ ഗോപ എന്ന് നമുക്ക് ആക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് 2024 എന്താണ്? അരയിൽ കെട്ടി. അപ്പൊ BD അരയിൽ കെട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2024 അരവിന്ദാക്ഷനാണെന്ന് പറയും. ഓടട എന്ന് പറയുമ്പോൾ ഓടക്കുഴൽ കേട്ടോ. ഓടക്കുഴൽ എന്നുള്ളതാണ് കേട്ടോ. ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് കിട്ടും. 2024. ഇപ്പൊ 2025 തന്നെ പറയുമ്പോൾ എന്താ പറയാ?
അല്ലെ, ഗോപാലൻ അല്ലെ. അപ്പൊ രാജഗോപാൽ ഓടക്കുഴൽ. അപ്പൊ എന്താണ്, ഉള്ളിൽ നിന്ന് വായിക്കണം അല്ലെ, ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ്. അങ്ങനെ ജസ്റ്റ് കാണാം, ഇത് കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ക്ലാസ് ഇങ്ങനെ കണ്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടാവുന്നുള്ളൂ. ഇനി കോഡ് കാണാപ്പാഠം പഠിക്കണമല്ലോ സാർ എന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. ഇത് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള കേട്ടോ. 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് KG. അപ്പൊ KG ഉണ്ടല്ലോ, KGയിലേക്ക് എന്താണ്, നമ്മൾ എഴുത്തല്ലേ പഠിപ്പിക്കുന്നത്. ആദ്യം എഴുതാൻ പഠിപ്പിക്കും അല്ലെ, ABCD എന്നൊക്കെ എഴുതാൻ പഠിപ്പിക്കും. അങ്ങനെ ഓർത്ത് നോക്കുക KG കേട്ടോ. അപ്പോ KG ശങ്കരപ്പിള്ള. അപ്പൊ KGയില് എന്ത് ചെയ്യും, KG ക്ലാസ്സിൽ നമ്മൾ എഴുതാൻ പഠിപ്പിക്കുന്നു, ആദ്യം എഴുതാൻ പഠിപ്പിക്കുന്നു. ഇപ്പൊ 2025 KG ശങ്കരപ്പിള്ള 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2024 NS മാധവൻ 32ാമത്തേതാണ് കേട്ടോ. NS മാധവൻ ഓർത്തു നോക്കുക. അപ്പൊ KG ശങ്കരപ്പിള്ളയും അതേപോലെ തന്നെ NS മാധവൻ ഇവരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ. ഇതാണ് പ്രധാനമായിട്ട് സാധാരണ കേറ്ററ്റുകൾക്ക് ചോദിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ തകഴി പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത് KP സുധീര കേട്ടോ. KP സുധീരക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ 2024 MK സാനു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താണ് സുസദ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം കേട്ടോ. സുസദ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. സുസദ. അപ്പോ സുധീര എന്ന് പറയുന്നത് KP സുധീരക്കാണ് 2025 സാനു കേട്ടാ. MK സാനു 2024 കേട്ടാ, കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ സുസാദ അങ്ങനെ ആക്കാം, സുസാദാന്നോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വേർഡ് മൈൻഡിലേക്ക് ഓർത്ത് വെച്ചാൽ സുസാദ സാനു. അപ്പൊ MK സാനു 2020. അപ്പൊ എന്ന് പറയുന്നത് തകഴി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർക്കാം കേട്ടോ. KP സുധീര 2025, MK സാനു 2024 തകഴി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം 2025 പ്രൊഫസർ KP ശങ്കരൻ. ജ്ഞാനപ്പാന എന്താണ്, ശങ്കരൻ, KP ശങ്കരൻ. അപ്പോ എന്താണ്, ശങ്കരൻ വേണമെങ്കിൽ ശർക്കര എന്നാക്കാം കേട്ടാ. അപ്പൊ ശർക്കര പാനീയം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യും. ശർക്കര പാനീയം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കുക. ശർക്കര പാനീയം. അപ്പൊ പാന എന്ന് കിട്ടും കേട്ടോ. ശർക്കര പാനീയം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കേട്ടോ. 2025 പ്രൊഫസർ KP ശങ്കരൻ. അപ്പോ എന്താണ്, ശർക്കര പാനീയം എന്നുള്ളത് ഓർത്തു. ശങ്കരനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത് ഓർത്തു വെക്കാം. ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 അതൊന്ന് മനസ്സിലാക്കി വെക്കണം. സാധാരണ കേരള പരീക്ഷകൾക്ക് ഇങ്ങനെ ഇതിനകത്ത് കൃതികൾ ചിലപ്പോ അതിന്റെ ആളെ ചോദിച്ചു വരാറുണ്ട്. ചിലപ്പോൾ ഇത് തന്നെ പുരസ്കാരം തന്നെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചില കൃതികൾ ഇതിൽ എടുത്തിട്ട് ആരുടെ കൃതി ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇവിടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 കവിതയ്ക്ക് ലഭിച്ചിട്ടുള്ളത് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിതക്കാണ് അനിത തമ്പിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്തു വെക്കുക, മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ, മുരിങ്ങയും അതുപോലെ കറിവേപ്പും വാഴയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കറിക്കൂട്ട് ഓർത്തു വെക്കുക കേട്ടാ. അപ്പൊ ആ കറിക്കൂട്ട് ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്താണ്, പെട്ടെന്ന് നമുക്കറിയാം ഒരുപാട് എന്താണ് പാചക ഷോ ഉണ്ട് അല്ലെ. അതിനകത്ത് ഏറ്റവും വേണം ആനീസ് കിച്ചൻ. അപ്പൊ അനിതയെ നമുക്ക് ആനീസ് എന്നാക്കാം കേട്ടാ. അനിതയെ ആനി എന്നാക്കാം. അപ്പൊ ആനീസ് കിച്ചനിൽ എന്താണ് ഇന്നത്തെ വിഭവം, മുരിങ്ങ വാഴ കറിവേപ്പാണ്. അത് കവിതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. കവിതയാണ് ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. കവിതയാണ് ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് ആ ഹോളിൽ ഇത് കിട്ടണം. ആൻസർ ഇന്നലേക്ക് തെറ്റിപ്പോകരുത്. നമുക്കൊരു മാർക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങ വാഴയും കറിവേപ്പും എല്ലാം കൂടി വെച്ചിട്ട് ഇന്ന് ആനി സ്പെഷ്യൽ ആണ്. അപ്പൊ അനിത തമ്പി എന്നുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. ദെൻ നോവൽ 2024 നോവൽ ഏതായിരുന്നു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്, ആനോ GR ഇന്ദുഗോപൻ. അപ്പൊ ചില നോവലൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടില്ലേ. അപ്പൊ നമ്മൾ ഓർക്കുമേ ഇത് ഇന്ദുഗോപൻ എഴുതിയതാണോ, ഭയങ്കര നമുക്ക് അത്രയും നല്ല രസമുള്ള നമുക്ക് വായിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന നോവലായതുകൊണ്ട് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ചോദിക്കുകയാണ്. ഇത് എന്താണ്, ഇന്ദുഗോപൻ എഴുതിയതാണോ, അപ്പൊ ആണോ, അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ആണോ. അപ്പോ മികച്ച നോവലായിട്ട് വന്നിട്ടുള്ളത് ആനോ എന്ന് പറയുന്നതാണ്. GR ഇന്ദുഗോപന്റെ ആനോ എന്ന് പറയുന്ന നോവലാണ്. കവിത ഏതാണ്, മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ വരുന്നതാണ് നോവലാണോ, ഇത് ഇവരെഴുതിയ നോവലാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ. ഇനി ചെറുകഥ കേരള സാഹിത്യ പുരസ്കാരം 2024 ചെറുകഥ എന്താണ്, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര.
ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ഷിനിലാൽ. അപ്പോ ഗരിസപ്പ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, സവാള ഗിരിഗിരി കേട്ടല്ലേ, സവാള ഗിരിഗിരി ഗിരിഗിരി ഗിരി, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ ആരാണ് സവാള ഗിരിഗിരി പറഞ്ഞ? ലാൽ അല്ലേ, ലാലേട്ടൻ. അപ്പൊ ഷിനിലാൽ എന്നാണ് ലാൽ, ഷിനിലാൽ. അതൊരു ചെറുകഥയാണ് കേട്ടോ, ചെറുകഥയാണ്. ആ 2024 പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ചെറുകഥയാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ഷിനിലാൽ. ഇനി നാടകം. നാടകം ഏതാണ്? പിത്തള ശലഭം. പിത്തള ശലഭം, ശശിധരൻ നടുവിൽ. പിത്തള ശലഭം. അപ്പൊ നമുക്ക് ഇങ്ങനെ നാടകം എന്ന് പറയുന്നത് നല്ലൊരു കലയാണ് അല്ലെ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും നാടകം കണ്ടാൽ എന്ത് പിടിക്കും അല്ലെ? പിത്തത്തിന്റെ അസുഖം ഉണ്ടാവും അല്ലെ, പിത്തം പിടിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോ എല്ലാ 24 മണിക്കൂറും ഇങ്ങനെ നടുവിലിരുന്നോ അങ്ങനെ ഒന്ന് കണക്ട്, നടുവിലിരുന്ന് നാടകം കണ്ടാൽ പിത്തം പിടിക്കും എന്ന് കണക്ട് ചെയ്താൽ നാടകം ഏതാ 2024 ഈ പറഞ്ഞ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകം പിത്തള ശലഭം. ആരുടേതാണ്? ശശിധരൻ നടുവിൽ. അപ്പൊ നടുവിലിരുന്ന് കലയാണ്, നല്ലതാണ്. പക്ഷെ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഇരുന്ന് കാണരുത് അല്ലെ. ഓരോരുത്തർക്കും ഓരോ ജോലിയും കാര്യങ്ങളുണ്ട്. കല ആസ്വദിക്കുന്നതോടൊപ്പം അതും എന്ത് ചെയ്യണം? നിർവഹിക്കണം എന്ന് കണക്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിങ്ങനെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോൾ കൃതികളായിട്ട് ചോദിച്ചേക്കാം. ബാക്കി ജസ്റ്റ് മനസ്സിലാക്കുക. സാഹിത്യ വിമർശനം കിട്ടിയിട്ടുള്ളത് ഏതാണ്? കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ ജി ദിലീപനാണ് എഴുതിയിട്ടുള്ളത്. ജി ദിലീപന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. അതുപോലെ ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം ഞാൻ എന്ന ഭാവം, ഡോക്ടർ കെ രാജശേഖരൻ നായർ. ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ ഞാൻ എന്ന ഭാവത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ദെൻ ബാലസാഹിത്യം ആരാണ്? അമ്മ മണമുള്ള കനിവുകൾ, EN ഷീജയുടെ അമ്മ മണമുള്ള ഇതൊന്ന് ഓർത്ത് നോക്കുക കേട്ടാ. അമ്മ മണമുള്ള കനിവുകൾ, EN ഷീജ, ബാലസാഹിത്യം. ഓക്കെ. ദെൻ യാത്രാ വിവരണം ഏതാണ്? യാത്രാ വിവരണം ആരോഹണം ഹിമാലയം. ആരോഹണം ഹിമാലയം KR അജയന്റെ ആരോഹണം ഹിമാലയമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ വെച്ച് ക്വസ്റ്റ്യൻ ഇപ്പൊ കോഡൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തിയാലോ അല്ലെ? നോക്കാം. 2025 വയലാർ അവാർഡ് നേടിയ E സന്തോഷ് കുമാറിന്റെ കൃതി ഏതാണ്? 2025. അപ്പൊ E സന്തോഷ് കുമാറിന്റെ കൃതി അങ്ങനെ ചോദിക്കാലോ. അപ്പൊ സന്തോഷ് കുമാറിന് എന്ത് കണ്ടപ്പോഴാണ് സന്തോഷമായത്? വയലിൽ ആരെ കണ്ടപ്പോഴാണ്? നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് കിട്ടുന്നതാണ് തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായത്. കാമുകിയുടെ അച്ഛനല്ലേ, അപ്പൊ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? തപോമയുടെ അച്ഛനാണ് ഈ സന്തോഷ് കുമാറിന്റെ കൃതി. കാരണം നമ്മളിതിങ്ങനെ നോട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ, സത്യാവസ്ഥ പറയുന്നതാണല്ലോ, നോട്ടൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മളിങ്ങനെ ഓർത്ത് പഠിക്കുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തമാശയിലൂടെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. ഇത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണം കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോ എഴുത്തച്ഛൻ 2020 ലേറ്റസ്റ്റ് ആണ് അല്ലെ. എഴുത്ത് പഠിക്കും. എവിടെന്നാ പഠിക്കുന്നത്? ആദ്യം എവിടെന്നാ പഠിക്കുന്നത്? KG അല്ലെ. KG ഉണ്ടോ? KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവലിന് നേടിയ കൃതി ഏതാണ്? നോവൽ. ഒരു നോവൽ വായിച്ചപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയില്ലേ അല്ലെ? ഏതാണ്? അതെന്താണ് ചോദിച്ചത്? ഇന്ദുഗോപൻ ആണോ ഇത് എഴുതിയത് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആണോ അപ്പൊ ആനോ എന്ന് പറയുന്ന നോവലാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അല്ലെ. ഇന്ദുഗോപനാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാർക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.